11:59 PM മുൻപ് തന്നെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ കേരളയുടെ യാതൊരു അലോട്ട്മെന്റ് പ്രോസസ്സിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിലോ സിസ്റ്റത്തിലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ബട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇതിന്റെ പ്രിന്റ് ഔട്ട് പെർസെന്റേജ് സ്കോർ ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക. ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ. സോ ഈ വർഷത്തെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ കാത്തിരിക്കുന്ന മക്കൾക്ക് ഏറ്റവും വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ 2025 നീറ്റിൻ്റെ റിസൾട്ട് ഇപ്പോൾ സിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ നീറ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്? കേരളത്തിൽ MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി ആൻഡ് എല്ലാ അലൈഡ് കോഴ്സസും, അതായത് അഗ്രികൾച്ചർ, കോർപ്പറേഷൻ, ബാങ്കിങ്, BTech ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച്, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, ഇതെല്ലാം ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം നിങ്ങളുടെ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കോഴ്സുകളിലേക്കൊക്കെ കേരളത്തിൽ പ്രവേശനം നടക്കുന്നത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ്. അത് കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്കാ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കിടയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10,000 റാങ്ക് ആയിരിക്കാം, 6,000 റാങ്ക് ആയിരിക്കാം, 1,00,000 ആയിരിക്കാം, 10,00,000 ആയിരിക്കാം. ഇതിൽ നിന്ന് കേരളീയരായ കുട്ടികളുടെ മാത്രം, കേരളത്തിലെ കുട്ടികളുടെ മാത്രം റാങ്ക് എടുത്തിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. കേരളത്തിന്റെ ക്രൈറ്റീരിയ അംഗീകരിക്കുന്ന, അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം എടുത്തിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും, അവിടേക്ക് MBBS-ഉം BDS-ഉം ഒക്കെ എടുക്കുന്നത് ഈ കേരള മെഡിക്കൽ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിൽ വരുന്ന ഇപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം, ഈ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ 85% സീറ്റിലേക്കും അലോട്ട്മെന്റ് നടക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിലെ ആയുർവേദ കോളേജുകൾ, വെറ്റിനറി കോളേജുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും, BSc ഫിഷറീസും എല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നതും കേരള മെഡിക്കൽ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് 21/7/2025 11:59 PM മുൻപായിട്ട് നിങ്ങൾ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കേരളത്തിന്റെ യാതൊരു അലോട്ട്മെന്റ് പ്രോസസ്സിലും നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, 21:11:59 PM വരെ സമയമുണ്ട്. അതുവരെ കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ ചെയ്യാം. യെസ്, ഇനി എങ്ങനെയാണ് വളരെ കുറഞ്ഞ സ്റ്റെപ്പുകളിൽ എളുപ്പത്തിൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇത്രയും സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യാം? യെസ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കുക. ഇതാണ് നമ്മളുടെ എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റ്. ഇനി കേരളത്തിന്റെ എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സും നടക്കാൻ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ കൂടിയായിരിക്കും. www.ce.kerala.gov.in. നിങ്ങൾ ഫോണിൽ ജസ്റ്റ് എന്ത് അടിച്ചു കൊടുത്താൽ മതി മക്കളെ, ക്രോമിൽ കയറിയിട്ട് നിങ്ങൾ കീം 2025 അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾ ഈ കീമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഈ കീമിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. യെസ്, കീമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ ചെല്ലുക. ഓക്കെ, ഈ പേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ താഴെ കാണാം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് കാണാം. ആ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊരു പേജിലേക്ക് നിങ്ങൾ എത്തും. സോ ഈ പേജിന്റെ താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതായത് കീം 2025 അപ്ലിക്കേഷൻ നമ്പറാണ്. ആ കീം 2025 അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഇവിടെ കാണുന്ന ഈ ഒരു ആക്സസ് കോഡും കൊടുത്ത് കഴിഞ്ഞ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു പേജ് വിസിബിൾ ആകും. ആ ഒരു പേജിൽ മക്കൾക്ക് കാണാൻ സാധിക്കുക നീറ്റ് റിസൾട്ട് സബ്മിഷൻ ആയിരിക്കും. നീറ്റ് റിസൾട്ട് സബ്മിഷൻ. ഓക്കെ, ആ നീറ്റ് റിസൾട്ട് സബ്മിഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നീറ്റിന്റെ നിങ്ങളുടെ റോൾ നമ്പർ, അതേപോലെ നീറ്റ് 2025 അപ്ലിക്കേഷൻ നമ്പർ, നീറ്റ് 2025 നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നീറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത്, അതും കൊടുക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇങ്ങനെ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ എത്തി. അവിടെ നിങ്ങൾ നിങ്ങളുടെ കീമിന്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തു. അങ്ങനെ പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നീറ്റ് റിസൾട്ട് സബ്മിഷനുള്ള ആ ഒരു ലിങ്ക് ഇപ്പോൾ മുതൽ ആക്റ്റീവ് ആണ്. 21st വരെ നിങ്ങൾക്ക് ആ ലിങ്ക് ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും. ആ നീറ്റ് റിസൾട്ട് സബ്മിഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത്? റോൾ നമ്പർ, അതേപോലെ നീറ്റിന്റെ അപ്ലിക്കേഷൻ നമ്പർ, നീറ്റിൽ നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, നീറ്റ് റിസൾട്ട് സബ്മിഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം
കാൻഡിഡേറ്റിന്റെ നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, ദെൻ നിങ്ങളുടെ നീറ്റിന്റെ റിസൾട്ട്. അതായത് നീറ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വന്നല്ലോ, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ ഉള്ള ഒരു PDF, നീറ്റിന്റെ സ്കോർ കാർഡ് എന്ന് നമ്മളതിനെ വിളിക്കുക. NTA സൈറ്റിൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് വന്നില്ലേ, അതിൽ കാണുന്ന അതേ വിവരങ്ങളാണ്. കാൻഡിഡേറ്റിന്റെ നെയിം, ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, നിങ്ങളുടെ നീറ്റ് റിസൾട്ട്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നിങ്ങളുടെ നീറ്റിന്റെ പെർസെൻറ്റൈൽ സ്കോർ, ഓൾ ഇന്ത്യ റാങ്ക്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. നീറ്റിന്റെ പെർസെൻറ്റേജ് സ്കോർ കറക്റ്റ് ആണോ ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് കറക്റ്റ് ആണോ, ഇതൊക്കെ കൊടുത്ത് കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണോ? ഇത്രയും ഉള്ളൂ. ഈസി പ്രോസസ്സാണ്. ഓക്കെ, വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്ന് അതിൻ്റെ താഴെ കാണും. അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി നിങ്ങൾ വെച്ചേക്കുക. നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട്. ഓക്കെ, ആ റിപ്പോർട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സാധനം വരുന്നത്. സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എല്ലാം കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്യണേ. വെരിഫിക്കേഷന് ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാവൂ. നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് കിട്ടും, അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ്. എത്രയും വേഗം തന്നെ കറക്റ്റായിട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ വെരിഫിക്കേഷനും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.